തൃശൂർ കേന്ദ്രീകരിച്ചുള്ള വിശ്വദീപ്തി മൾട്ടി സ്റ്റേറ്റ് അഗ്രി കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന സ്ഥാപനത്തിന്റെ പേരിൽ അറസ്റ്റിലായ പ്രതി അടിമാലിയിലും തട്ടിപ്പ് നടത്താൻ പദ്ധതി തയ്യാറാക്കിയിരുന്നതായി സൂചന. ഇതിനായി അടിമാലി കേന്ദ്രീകരിച്ച് ബ്രാഞ്ച് തുടങ്ങുന്നതിന് 1.5 വർഷം മുമ്പ് അടിമാലി ടൗണിൽ മുറി വാടകയ്ക്കെടുത്തു. ഓഫീസ് തുടങ്ങുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കി ബോർഡ് സ്ഥാപിച്ചുവെങ്കിലും സ്ഥാപനം പ്രവർത്തനം തുടങ്ങിയില്ല. അടിമാലി കേന്ദ്രീകരിച്ച് നടക്കുമായിരുന്ന മറ്റൊരു തട്ടിപ്പാണ് ഇതിലൂടെ ഒഴിവായത്. നിക്ഷേപിക്കുന്ന പണത്തിന് മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ നൽകുന്നതിനേക്കാൾ ഉയർന്ന പലിശ നൽകാമെന്ന് വിശ്വസിപ്പിച്ചാണ് വിശ്വദീപ്തി മൾട്ടി സ്റ്റേറ്റ് അഗ്രി കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പേരിൽ ഇപ്പോൾ പോലീസിന്റെ പിടിയിലായ പ്രതി മലപ്പുറം സ്വദേശി സജീഷ് കുമാർ തട്ടിപ്പ് നടത്തിയിരുന്നത്. തൃശൂർ ജില്ലയിൽ വിവിധയിടങ്ങളിൽ സ്ഥാപനത്തിന് ശാഖകളും പ്രവർത്തിച്ചിരുന്നു. നിക്ഷേപിക്കുന്ന പണത്തിന് പലിശയോ നിക്ഷേപ തുകയോ തിരികെ ലഭിക്കാതായതോടെയാണ് ഇയാൾക്കെതിരെ പരാതികൾ ഉയർന്നത്. വിദേശത്തു നിന്നും നാട്ടിലെത്തിയ പ്രതിയെ കരിപ്പൂർ വിമാനത്താവളത്തിൽ വെച്ചാണ് കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തത്. 100-ലധികം പേർ വിവിധ സ്റ്റേഷനുകളിൽ സ്ഥാപനത്തിനെതിരെ പരാതികൾ നൽകിയിട്ടുള്ളതായാണ് വിവരം. ഈ സൊസൈറ്റിയുടെ പേരിൽ പ്രതി അടിമാലിയിലും തട്ടിപ്പ് നടത്താൻ പദ്ധതി തയ്യാറാക്കിയിരുന്നതായാണ് സൂചന. ഇതിനായി അടിമാലി കേന്ദ്രീകരിച്ച് ബ്രാഞ്ച് തുടങ്ങുന്നതിന് 1.5 വർഷം മുമ്പ് അടിമാലി ടൗണിൽ മുറി വാടകയ്ക്കെടുത്തു. ഓഫീസ് തുടങ്ങുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കി ബോർഡ് സ്ഥാപിച്ചുവെങ്കിലും സ്ഥാപനം പ്രവർത്തനം തുടങ്ങിയില്ല. അടിമാലി കേന്ദ്രീകരിച്ച് നടക്കുമായിരുന്ന മറ്റൊരു തട്ടിപ്പാണ് ഇതിലൂടെ ഒഴിവായത്. പ്രതിയുടെ ശ്രമം അടിമാലിയിൽ വിജയിച്ചിരുന്നുവെങ്കിൽ ഇരുചക്ര വാഹന ഫണ്ട് തട്ടിപ്പ്, ഏലക്ക തട്ടിപ്പ് എന്നിവയ്ക്ക് ശേഷം മറ്റൊരു തട്ടിപ്പിന്റെ കഥ കൂടി ഹൈറേഞ്ചിൽ നിന്നുയരുമായിരുന്നു. ന്യൂസ് ബ്യൂറോ, അടിമാലി.